സ്പൈസ് ആൻഡ് നട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം ഒരു കോക്കനട്ട് മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഫിഷ് കറിയാണ്. വളരെ മൈൽഡ് ആയിട്ടുള്ള സ്പൈസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ഈ ഫിഷിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആ ഒരു ഫിഷിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതല്ല നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി യൂസ് ചെയ്യുക. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 വെളുത്തുള്ളി, ഏകദേശം അത്യാവശ്യം വലിപ്പമുള്ള 4 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതല്ല നിങ്ങളുടെ കയ്യിൽ പൊടിയാണുള്ളതെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് ഇതിന്റെ എണ്ണം കുറയ്ക്കുക. ഇവിടെ അത്യാവശ്യം സ്പൈസി ആക്കാനായിട്ട് ഞാൻ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫിഷിന്റെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഫിഷിൽ മാത്രമേ അത്ര സ്പൈസ് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ ചെറുനാരങ്ങ പകുതി, അതിന്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കിലോ ഫിഷാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിങ് ഫിഷാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫിഷ് വെച്ചിട്ടും നമുക്ക് ഈ വിഭവം റെഡിയാക്കാൻ പറ്റും. പക്ഷേ ചാള മത്തി പോലെയുള്ള ഹാർഡ് ഫ്ലേവർ ആയിട്ടുള്ള ഫിഷ് ഒഴിവാക്കുക. ഈ ഫിഷ് ഞാൻ ഒരു ഓവർനൈറ്റ് ഫുള്ള് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് തിരുമി വെച്ചതാണ്. ആദ്യം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അരച്ചെടുക്കാം. ഈ ലെമണിന്റെ ജ്യൂസാണ് യൂസ് ചെയ്യുന്നത്, ലെമൺ അങ്ങനെ തന്നെയല്ല. അപ്പൊ നമ്മുടെ മസാല നമ്മൾ മിക്സറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ്, നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഈ ഫിഷിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഇത് ഞാൻ വലിയൊരു സവാള നന്നായി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സവാള, അതല്ലെങ്കിൽ 2 ചെറിയ സവാള. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1 ഇഞ്ച് വലുപ്പമുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി അല്ലി, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയൊരു മാങ്ങ കട്ട് ചെയ്തിട്ട് 10 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അതിൻ്റെ ആ ഒരു പച്ച ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഫിഷ് മസാല, 1/2 ടീസ്പൂൺ ഉലുവ, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഇത് ചൂടാക്കാൻ ആവശ്യമായ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് 1.5 കപ്പ് തേങ്ങാപ്പാല്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1ാം പാലാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ച് ഓരോന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൂടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ഫിഷ് ഏകദേശം 1/2 മണിക്കൂർ ഇരുന്ന് മാരിനേറ്റ് ആയി അത് മസാലയൊക്കെ പിടിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ട് നമ്മുടെ സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി സവാള നന്നായിട്ട് വേവുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സവാള ഇട്ടതിന് ശേഷം ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിവിടെ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ഇപ്പം സവാള അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മുടെ 2 പച്ചമുളക് നടുക കീറിയതും 5 വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് ആ സ്മെല്ലൊക്കെ പോകുന്നവരെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഞാൻ പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ ഞാൻ നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ പറയാൻ വിട്ടുപോയ കാര്യമാണ്, തക്കാളി വേണം നമുക്ക് ഇതിലേക്ക്.
അപ്പൊ അത്യാവശ്യം മീഡിയം വലുപ്പമുള്ള തക്കാളി നല്ല ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം തീ വീണ്ടും ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 1 മിനിറ്റ് ഇളക്കിയ ശേഷം വീണ്ടും തീ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവരികയാണ്. ഈ തക്കാളി വേവുന്നത് വരെ നമുക്കിത് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല, ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടിയിലൊക്കെ ഒന്ന് പിടിക്കാതിരിക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുന്നേ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഫിഷ് 2 ടൈപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒന്ന് നമ്മൾ സാധാ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാം. വാഴയില പൊള്ളിച്ചെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും, ആ ക്രഞ്ചി ടെക്സ്ചർ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വാഴയിലാണ് നമ്മുടെ ഫിഷ് ഞാൻ പൊള്ളിച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഫ്രൈയും പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒഴിച്ചാൽ മതി, കാരണം ഡയറക്റ്റ് ആയിട്ട് ഇത് ഫുഡായിട്ട് കണക്ട് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ വേണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ സാധാ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള, നമ്മൾ ഇലയിലാക്കി വെച്ചിട്ടുള്ള ഫിഷ് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മള് ഫിഷ് വാഴയിലയിൽ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു സൈഡ് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതേപോലെ മറച്ചിട്ടിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കൂടി ആകുമ്പോഴേക്കും ഫിഷ് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇങ്ങനെ ആക്കിയത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. വീണ്ടും നമ്മൾ മസാല എടുത്തു വെച്ച് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് തീ ഓണാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കോക്കനട്ട് മിൽക്കും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന, ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന മാംഗോ, പച്ച മാങ്ങ കട്ട് ചെയ്തും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുള്ള 1.5 കപ്പ് കോക്കനട്ട് മിൽക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കോക്കനട്ട് മിൽക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മള് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തിട്ട്, തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് ഇത് അത്യാവശ്യം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ഫിഷും മാംഗോയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് നമുക്ക് പൊള്ളിച്ചത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മള് ഫിഷ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന, ചൂടുവെള്ളത്തിലിട്ടൊന്ന് വാട്ടിയെടുത്ത മാംഗോ കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതല്ല എനിക്ക് മാങ്ങയുടെ ഒരു പച്ച ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ അത് വെള്ളത്തിലിടാൻ ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇത് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ മാങ്ങയും അതുപോലെ തന്നെ ഈ ഫിഷെല്ലാം ചിലപ്പോൾ ഉടഞ്ഞ് പൊട്ടിപ്പോവും. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് റെഡിയായി. ഇപ്പൊ ഏകദേശം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുക്കായിട്ടുണ്ട്. നമ്മുടെ ആ ഒരു കോക്കനട്ടിന്റെ ഫ്ലേവർ എല്ലാം നമ്മുടെ മീനിലേക്കും അതേപോലെ തന്നെ മാങ്ങയിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. കോക്കനട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫിഷ് കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കുക. പുതിയൊരു വിഭവവും പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ ബൈ.